വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. 1/2 കിലോ മാങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓയിൽ, കടുക്, കരിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മുളക് പൊടി, കാശ്മീർ മുളക് പൊടി ആണ് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. കായപ്പൊടി, ഉലുവയും കടുകും പൊടിച്ചതാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് പാൻ ഞങ്ങൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത് ഓയിൽ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഓയിലാണ്. എണ്ണ ചൂടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കരിവേപ്പിലയുടെ കൂടെ ഞങ്ങൾ വെളുത്തുള്ളി ചതച്ചത് ഇടുകയാണ്. അതിൽ കൂടി ഒരു 2 പച്ചമുളക് ഞങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണ്. കരിവേപ്പിലയും പച്ചമുളകും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3.5 സ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും കൂടി പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. മുക്കാൽ സ്പൂണ് കായപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നല്ല ഒരു മെറൂൺ കളറിൽ ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞങ്ങൾ ഇത് നന്നായിട്ട് മെറൂൺ കളറിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. അപ്പം ഇതിലൊരു 5 മിനിറ്റ് ഇത് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് മാങ്ങ ഈ മുളക് പൊടിയും ഇതിലായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാങ്ങയിൽ പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാത്തിലും മാങ്ങയിൽ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി പൊടിച്ച് വെച്ചത് നമ്മൾ നേരത്തെ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അര സ്പൂണും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് മാങ്ങയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല രുചികരമായ നല്ലൊരു അച്ചാറാണ്. ഇവിടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതിനൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല രുചികരമായ ഒരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.